ഹായ് ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ വിശ്വത്തിനെ ഒരു കള്ളക്കേസിൽ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ നമ്മുടെ എസ് ഐ വിളിക്കുകയാണ് നമ്മുടെ സുധാര മാഷിനെ വിളിച്ചിട്ട്, നിങ്ങളുടെ മകൻ ഇതുപോലെ ജയിലിൽ ഇങ്ങനെ ഒരു കേസുമായിട്ട് ലോക്കപ്പിലാണ്, നിങ്ങളെ വിളിക്കാൻ വേണ്ടി മകൻ പറഞ്ഞതനുസരിച്ച് ഞാൻ വിളിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധാര മാഷ് ആദ്യം പോലീസ് വിളിച്ചപ്പോൾ വിശ്വത്തിനെ അല്ല പ്രതീക്ഷിച്ചത്, വിക്രമിനെ ആയിരുന്നു. പക്ഷേ വിശ്വം എന്ന പേര് കേട്ടപ്പോഴാണ് ആകെ ഒരു അന്താളിപ്പായത്. അങ്ങനെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിനായകൻ പെട്ടെന്ന് വന്നിട്ട് ഫോണ് വാങ്ങിക്കണം, എന്താണ് അച്ഛാന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ട് എസ് ഐയോട് സംസാരിക്കണം. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ സഹോദരൻ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇന്ന കേസാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, ഏട്ടൻ ആരോ കള്ളക്കേസിൽ കുടുക്കിയതാണ്, അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല സാർ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും അറിയില്ല, എന്തായിരുന്നാലും അച്ഛനെ വിളിക്കാൻ വേണ്ടി വിശ്വം പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശ്രീജ മുൻപോട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, നമ്മുടെ വിശ്വം 3-4 ദിവസം മുമ്പ് കഴിഞ്ഞ രാത്രി എന്തോ പറഞ്ഞിരുന്നു, ഇതുപോലെ വേദയുടെ സഹോദരൻ ശ്രീകാന്താണ് ഇത് സേട്ടല്ല, സേട്ടിൽ നിന്ന് ശ്രീകാന്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങ് ആകെ ഒരു ഷോക്കിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ നന്ദിനി അവിടെ കളിക്കാൻ തുടങ്ങി, ഇവളുടെ ഏട്ടനാണല്ലേ, അപ്പം കരുതിക്കൂട്ടി ആക്കിയതാണല്ലേ, ഇവളും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും എന്നൊക്കെ ചൊറിയാൻ ആദ്യമേ നമ്മുടെ നന്ദിനി തുടങ്ങി. അങ്ങനെ എസ് ഐ ഫോണൊക്കെ വെച്ചിട്ട് വിശ്വത്തിൻ്റെ അടുക്കൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ മലർത്തി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കണം. വിശ്വ ആകെ തളർന്ന് ആ ലോക്കപ്പിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എങ്ങനെയും നമ്മുടെ വിശ്വത്തിനെ ഇറക്കണം എന്നുള്ള ഒരു ഇതിന് ഭയങ്കര ഒരു ഇതിന് അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രീജ അച്ഛനോടും അമ്മയോടും എല്ലാവരോടായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധാര മാഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അറിഞ്ഞു വെച്ചിട്ട്, അത് ഇന്നലെയാണ് എന്നോട് പോലും പറഞ്ഞത്, പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് കുരുക്കുവാക്കും എന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അച്ഛാ എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട്. അപ്പോൾ ആകെ വല്ലാത്ത ഒരു സങ്കടമായിപ്പോയി എല്ലാവർക്കും. കാരണം വിശ്വം ഒരിക്കലും അങ്ങനെ ആ ഒരു ഇതിൽ ചെല്ലുന്ന ഒരാളല്ലല്ലോ. പിന്നെ അതങ്ങനെ കഴിഞ്ഞിട്ട് അടുത്ത രംഗം കാണിക്കുന്നത് നമ്മുടെ വിക്രമും കൂട്ടുകാരെല്ലാം കൊണ്ട് വർക്ക്ഷോപ്പിൽ നിൽക്കുന്നു. വിക്രം ഒരു ജോലിയും ചെയ്തെങ്കിൽ നിൽക്കുമ്പോൾ ജോസഫ് വന്നിട്ട് പറയുന്നത്, നീ എന്താടാ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്, സജീവ് ഇപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രാജേട്ടൻ വന്നതോടുകൂടി ഇവൻ്റെ ജോലി ഒന്നും ചെയ്യൽ നിർത്തിയല്ലോ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇന്ന് മുതൽ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വിക്രം ചൂടായിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയണം. പെട്ടെന്നാണ് നമ്മുടെ വിക്രമിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. വിക്രം ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോൾ ഏട്ടത്തിയാണ്. എന്താ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയുന്നു, വിശ്വത്തിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ, ഇന്ന് ഇത്ര പൈസ മോഷണം പോയി എന്ന കേസിലൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഇതിലാണ് ആ ഓഫീസ് ഉള്ളത് എന്നുള്ള കാര്യവും നമ്മുടെ വിക്രമിനോട് പറയുന്നുണ്ട്. അപ്പോൾ വിക്രമിന് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്കിട്ടുള്ള പണിയാണല്ലോ, അപ്പോൾ പാലും വെള്ളത്തിലാണല്ലോ പണി തന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ജോസഫ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും വിക്രം പറയുന്നുണ്ട്, എന്തായിരുന്നാലും ഞാൻ ഒന്ന് സ്റ്റേഷൻ വരെ പോയി നോക്കാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. രാജേട്ടനും പറയുന്നുണ്ട്, ഞാനും കൂടെ വരാമെന്ന്. അപ്പോൾ വേണ്ട രാജേട്ടൻ, ഞാൻ പോയിട്ട് വരാമെന്ന് വിക്രം സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജ അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കരഞ്ഞ് വിഷമത്തോടെ തൂണും ചാരി ഇങ്ങനെ ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മാഷ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങുകയാണ്. മാഷ് വന്നിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കമല പറയുന്നുണ്ട്, മാഷ് ഞാനും കൂടെ വരട്ടെ എന്ന് പറയുമ്പോൾ പറയും, വേണ്ട ഞാൻ ആദ്യം പോയി ഒന്ന് അന്വേഷിക്കട്ടെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീജയെ അങ്ങോട്ട് ചെല്ലുകയാണ്, ആകെ വിഷമത്തിലാണ്. അപ്പോൾ കമലയോട് പറയുന്നുണ്ട്, നീ ശ്രീജയെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മാഷ് പോകാൻ വേണ്ടി ഇറങ്ങണം. ആ സമയത്ത് നമ്മുടെ വിനായകനെ വിളിച്ചിട്ട് ചോദിക്കണം, നീയല്ലേ വിശ്വത്തിന് ജോലി വാങ്ങിക്കൊടുത്തത്, അപ്പം നിനക്കറിയില്ലായിരുന്നോ ഇത് ശ്രീകാന്തിൻ്റെതാണെന്ന്. അപ്പോൾ വിശ്വം ഒന്ന് പതറുന്നുണ്ട്. നന്ദിനി ഒരുമാതിരി പതറി നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല എനിക്കറിയില്ല, ഒരു സേട്ടിൻ്റെ ആണെന്നാണ് പറഞ്ഞിരുന്നത്, ഇതൊക്കെ ഇപ്പം നടന്നെന്ന് അറിയില്ല. അത് മാത്രമല്ല അവിടുത്തെ മാനേജറിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ക്ലയൻറ്റാണ്, അതുവഴിയാണ് ഇങ്ങനെ ഒരു വേക്കൻസിയുടെ കാര്യം അറിഞ്ഞതും ഞാനിങ്ങനെ ജോലിയിൽ ഇത് വിശ്വേട്ടന് വേണ്ടി ശരിയാക്കി കൊടുത്തതും, അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധാകരൻ മാഷ് അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ഉടനെ നന്ദിനി അവിടെ കലിതുള്ളാൻ തുടങ്ങി. എവളാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വേദയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വേദ ഇറിറ്റേറ്റ് ചെയ്യണം. ഇവളെ അന്ന് തൊട്ടേ പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവരെല്ലാവരെയും ഇവൾ ചതിക്കുമെന്നുള്ള, ഇവളെ ഒരു ചതിയെത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനി അങ്ങ് പറയുന്നുണ്ട്. അവസാനം വേദയ്ക്ക് ദേഷ്യം വന്ന വേദ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ജോലി ആരാ വിശ്വേട്ടന് കൊണ്ട് കൊടുത്തത്, വിനായകൻ ചേട്ടനാണല്ലോ, അപ്പോൾ വിനായകൻ ചേട്ടനായിരിക്കൂലേ ഇതിന് പിറകിൽ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും ഒന്ന് പതറുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല
എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല വേദ, ഇതുപോലെ ഇങ്ങനെ വന്നൊരു വേക്കൻസി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനിയുടെ തിരടുത്ത് ചെന്നപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്നിപ്പോൾ അതും പാവപ്പെട്ട വിഷയോട്ടനെ എനിക്ക് അറിഞ്ഞൂടെ. എന്നിട്ട് കമലയുടെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, എന്ത് വന്നാലും അമ്മേ, എന്ത് വന്നാലും ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷവും നമ്മുടെ നന്ദിനിയൊക്കെ ഒന്ന് പതുങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. കമല നമ്മുടെ ശ്രീജയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വിനായകൻ ഇറങ്ങിപ്പോയതിൻ്റെ പിറകിൽ നന്ദിനി ഇറങ്ങി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിക്കണം, മനുഷ്യ നിങ്ങളൊന്നും ഇതിൻ്റെ പിറകിലില്ലല്ലോ അല്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടല്ലല്ലോ, നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് ശ്രീകാന്തിൻ്റെ ഇതിലുള്ളതായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ഇല്ലടി, ഞാൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല, ഞാൻ ഇതിലൊന്നിലുമല്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതിലെന്തെങ്കിലും നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അവളെ എടുത്തിട്ട് ചളിച്ചതിൻ്റെ 10 ഇരട്ടിയായിട്ട് എന്നെ അവൾ ഇവിടെ ഇട്ട് വാരും, അതുകൊണ്ട് ചോദിക്കുക എന്ന് പറഞ്ഞ് ആ രംഗം തീരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സുധാകരൻ മാഷ് ഇതേപോലെ സ്റ്റേഷനിൽ എത്തുകയാണ്. ഒരു ഓട്ടോയിലാണ് വന്നെത്തുന്നത്. സുധാകരൻ മാഷ് ഇറങ്ങി അവിടെയെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സുധാകരൻ മാഷിനൊരു വിഷമം കൊണ്ട് ഒറ്റയ്ക്ക് കയറാനുള്ള ഒരു പേടിയാണോ, ആകെ ഒരു വല്ലാത്തൊരു മരവിപ്പ് പോലെയായിരുന്നു. അങ്ങനെ സുധാകരൻ മാഷ് ഇങ്ങനെ നോക്കിയിട്ട് കയറാൻ വേണ്ടി നോക്കുമ്പോഴേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ ബൈക്കിൽ വന്നത് ഒന്നും മിണ്ടുന്നില്ല. വിക്രം ബൈക്ക് കൊണ്ടൊന്ന് ഒതുക്കിയിട്ട് മാഷിൻ്റെ പിറകിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ സ്റ്റേഷനകത്തേക്ക് കയറുകയാണ്. അവിടെ ചെന്നിട്ട് ഒരു CPO അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ എൻ്റെ മകൻ വിശ്വത്തിനെ ഒന്ന് കാണാൻ വേണ്ടി. ഓ നിങ്ങളാണോ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു, ഞാൻ എന്തായാലും സാറിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു CPO ചെന്ന് നമ്മുടെ SI സാറിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ SI സാറ് പറയുന്നുണ്ട്, ശരി, അവനെ കണ്ടിട്ട് അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയും. ആരൊക്കെയാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അവൻ്റെ അച്ഛനും അനിയനും കൂടെയാണ് വന്നതെന്ന് പറഞ്ഞു. ശരി കാണിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വരാൻ പറയും. അങ്ങനെ അവർ ചെന്ന് ആ വിശ്വത്തിൻ്റെ അടുത്ത് കണ്ട് വിശ്വം കാര്യങ്ങളും കഥകളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വം നിരപരാധിയാണെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് SIയുടെ അടുക്കൽ വരുന്നുണ്ട്. SI കാര്യം പറയുന്നുണ്ട്, ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, ജാമ്യം എടുത്ത് പുറത്ത് പോയി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇവിടെ വെച്ചൊന്നും കിട്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രീകാന്ത് സാറുമാർ ഒരു ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ചെയ്യാനൊക്കെ പറയും. അങ്ങനെ നമ്മുടെ വിശ്വത്തിനല്ല വിക്രമിന് എന്തെന്നില്ലാത്ത ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. വിക്രം ചൂടാവുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ സ്റ്റേഷനിൽ വന്ന് നിന്നിട്ട് എന്നെ വരട്ടാൻ നോക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, വിക്രം മതി നിർത്ത് എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം പിന്നെ സൈലൻ്റ് ആണ്. കാരണം വിശ്വം അകത്താണല്ലോ, എങ്ങനെയും വിശ്വത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ദൗത്യം. അങ്ങനെ പിന്നെ വിക്രം ശാന്തനാവുകയാണ്. അങ്ങനെ അവന് ബെല്ലടിച്ചിട്ട് CPO വിളിച്ചിട്ട് ഇവരെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നത്, വേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ ആ ലോക്കപ്പിൻ്റെ ഫ്രണ്ടിലൂടെ ഇറങ്ങുമ്പോൾ നമ്മുടെ വിശ്വം ആകെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധാകരൻ മാഷ് ഒരു ഉപമ പറയുന്നു, മരം ഇതിൻ്റെ മുകളിലോട്ട് വളർന്ന് കയറി വെട്ടുക തന്നെ ചെയ്യണം, അത് ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വിനായകൻ ഇങ്ങനെ വീടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുധാകരൻ മാഷും വിക്രമും വരികയാണ്. സുധാകരൻ മാഷ് ഒരു ഓട്ടോയിൽ എന്തോ വരുന്നു, വിക്രം ബൈക്കിലാണ്, സെപ്പറേറ്റാണ് രണ്ടുപേരും വരുന്നത്. വരുമ്പോൾ കമല ശ്രീജ ഓടിക്കൊണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി എന്ന്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത അവൻ കൊച്ചുകുട്ടിയെ പോലെ അതിനകത്ത് നിന്ന് കരയുന്നത് കാണുമ്പോൾ ആകെ ഒരു സങ്കടം. അത് കേൾക്കുമ്പോൾ ശ്രീജയ്ക്കും കമലയ്ക്കും ഒക്കെ ആകെ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതെല്ലാം ഇവളുടെ വീട്ടുകാർ ചെയ്തതാണല്ലോ, ഇവരെ വീട്ടുകാർ എന്തെങ്കിലും ഒരു പണി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ നന്ദിനി പറയുന്നുണ്ട്, അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അത് നിൻ്റെ കയ്യിലിരിപ്പണം, നീ ചെയ്യുന്ന ഓരോന്നിൻ്റെ ഫലമാണല്ലോ ഇവിടെ എല്ലാവരും അനുഭവിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ നന്ദിനിയുടെ ഡയലോഗ് ഒന്ന്, വിക്രമിനെ മാത്രം എന്തിനാ അച്ഛൻ കുറ്റം പറഞ്ഞത്, എവളോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ സുധാകരൻ മാഷ്, അങ്ങനെ ഇതിൻ്റെ അകത്ത് കഥയുണ്ടോ എന്ന് ചോദിക്കണത് നന്ദിനി പതുക്കെ അങ്ങ് പതുങ്ങുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ മാഷ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായിരുന്നാലും കരുതി കൂട്ടി ചെയ്തതാണ്, നല്ല രീതിയിലുള്ള പണിയാണ് നമ്മുടെ വിഷയോട്ടിന് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, എല്ലാം നീ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണല്ലോ ഓരോരുത്തരും അനുഭവിക്കുന്നത്. അങ്ങനെ അവിടെ ഓരോ കശപിശ ഉണ്ടാകുമ്പോൾ നമ്മുടെ കമല പറയും, എങ്ങനെയെങ്കിലും രക്ഷിക്കണം, നിങ്ങൾ അടികൂടാതെ അവനെ രക്ഷിക്കാനുള്ള വഴി നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഈ കാര്യത്തിന് എന്ത് വേണമെന്ന് എനിക്കറിയാം, ഞാൻ അത് വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറയണം. അങ്ങനെ അവിടെ വേദയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ആവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നല്ലൊരു എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.